വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണത്തിൽ നാട്ടിലേതുപോലെ ഗൾഫിലെയും UDF പ്രവർത്തകർ ഏറെ സന്തോഷത്തിലാണ്. 10 വർഷം നീണ്ട LDF ഭരണം അവസാനിപ്പിക്കാൻ പട നയിച്ചവനെ തന്നെ ഭരണമേൽപ്പിച്ചതിന്റെ സന്തോഷം. ഭദ്രമായ അർഹതപ്പെട്ട കൈകളിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എത്തിയിരിക്കുന്നത്. അതിന് കുറച്ച് താമസിച്ചെങ്കിലും അത് ഭദ്രമായ വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത് എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചുള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നതിൽ ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് ആളെ തിരഞ്ഞെടുത്തു. അതിനർത്ഥം മറ്റുള്ളവർ കഴിവില്ലാത്തവർ എന്നല്ല. ഓരോ ഘട്ടത്തിലും അതാത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജനവികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് പ്രവാസ ലോകത്തും സന്തോഷത്തിൻ്റെ അലതല്ലുകൾ ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഒരു ഭരണകർത്താവിൻ്റെ എല്ലാ നയങ്ങളും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എങ്ങനെ സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെയും തന്നെ കേരളത്തെ കാണുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീക്ഷണമുണ്ട്. ആ വീക്ഷണം അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കും. അദ്ദേഹം നമുക്ക് നൽകിയ ഒരുപാട് ഉറപ്പുകളുണ്ട്, അത് തീർച്ചയായും നടപ്പിലാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പ്രവാസികൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾക്ക് വേണ്ടി ഇൻകാസ് ഒത്തൊരുമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോകും. ഞങ്ങൾ പ്രവാസികളോടൊപ്പം ഉണ്ടാകും. ഈ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്കം മുതലേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുന്ന ഏത് സ്ഥാനാർത്ഥിയെയും ഏത് മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെയും അംഗീകരിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ദുബായ് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ജനഹിതം അനുസരിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് യുക്തമായൊരു തീരുമാനം എടുത്തു. അതിൽ അഭിമാനപുളിയതിലാണ് ഞങ്ങൾ ദുബായ് കമ്മിറ്റി. വളരെ കൃത്യമായിട്ട് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളത്തെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാവരും കോൺഗ്രസ്സുകാരല്ല, എല്ലാവരും മാർക്സിസ്റ്റുകാരല്ല, എല്ലാവരും BJPക്കാരല്ല. പക്ഷേ കേരളത്തിലെ ഓരോ ജനതയ്ക്കും ഓരോ വ്യക്തിക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഒരേപോലെ ശ്രീ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ 10 ദിവസം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമല്ല. കാരണം ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. നമുക്ക് ഒരു കേഡർ സംവിധാനമല്ല ഇവിടെ ഉള്ളത്. അത് നമ്മൾ തിട്ടൂരോ അനുസരിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡൽഹിയിൽ ഒരു മന്ത്രിസഭ വരാൻ 18 ദിവസം കൊടുത്തു. അപ്പോൾ ഇത് ഒരു വലിയൊരു സംഭവമൊന്നുമില്ല, ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. അതിൽ ചിലപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവും. എന്നാലും ഈ 10 വർഷത്തിന് ശേഷം, ഒരു ദുരിത ഭരണത്തിന് ശേഷം ഇതുപോലൊരു സന്തോഷമുള്ള ഒരു കാര്യം ഇവിടെ സഞ്ചരിക്കുകയാണ്. അത് ജനങ്ങളുടെ നായകൻ, ജനങ്ങൾ തെരഞ്ഞെടുത്ത നായകൻ അതാരാണ്? അത് വി.ഡി. സതീശനാണ്. അദ്ദേഹം തന്നെ ഇത് വലിയൊരു ചരിത്രമാണ്. കാരണം കോൺഗ്രസ്സിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവം കൂടിയാണ്. ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവരാൽ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു നായകനെ കൊണ്ടുവന്നിരിക്കുകയാണ്. തീർത്തും സന്തോഷമാണ്. ഈ വിജയം കേരളത്തിൻ്റെ വിജയമാണ്. കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിജയമാണ്. ഒരു ഭാവി കേരളത്തെ സ്വപ്നം കണ്ടുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അത് സാക്ഷാത്കരിക്കും. അദ്ദേഹം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. 101% ഉറപ്പുള്ള പ്രവർത്തകരാണ് ഞങ്ങളെല്ലാം. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന ചങ്കൂറ്റത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ നട്ടുച്ച സമയത്ത് വിളിച്ചു പറയാൻ കെൽപ്പുള്ള ഒരു നേതാവ്, വിഷനുള്ള നേതാവ്. UDFിൻ്റെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവും കെൽപ്പും പ്രാപ്തിയുമുള്ള ഒരു നേതാവിനെയാണ് കേരളത്തെ ഈ 5 വർഷക്കാലം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വർഗീയമായിട്ടുള്ള വേർതിരിവിന് തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് ശ്രമങ്ങളുണ്ടായപ്പോൾ പോലും വർഗീയതയോട് സന്ധിയില്ലാതെ സമരം ചെയ്തുകൊണ്ട് മതേതര മനസ്സുള്ള മുന്നണി വരണമെന്ന ഉൾക്കഠിനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വി.ഡി. സതീശൻ്റെ ഭാഗത്തുണ്ട്. അദ്ദേഹത്തിന് എല്ലാ കണക്കുകളും വളരെ കൃത്യമായി അദ്ദേഹം പ്രവചിച്ചതും കണക്ക് കൂട്ടിയതുമല്ല. ഇത്ര അടുത്ത കാലത്ത് നമ്മൾ കേരളം കണ്ടതിൽ വെച്ച് ഇത്രയും കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തിയ രാഷ്ട്രീയ നേതാവിൽ വളരെ അപൂർവൻ വ്യക്തിത്വങ്ങളുള്ള ഒരാളാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രാപ്തിയുള്ളതാണ് എന്ന് ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നു.
കോവിഡ് സമയത്തും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് കഴിഞ്ഞു പോയത്. ഇത് പ്രവാസികളുടെ നിന്ന് മാത്രമല്ല, നമ്മുടെ ഉമ്മമാരുടെ, പെങ്ങന്മാരുടെ, സാധാരണക്കാരുടെ, വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന് ഒത്തുയർന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനമാണ് ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ പ്രവാസ ലോകം ഈ 10 ദിവസം വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ഏതായാലും കുറച്ച് വൈകിയാലും ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷ വാർത്ത ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നമുക്കറിയാലോ, കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അത് ഒരുപാട് ചർച്ചകൾ, ഇപ്പോൾ ഡിബേറ്റ്, ഡിസ്കഷൻ, ഡിസിഷൻ ഇതാണല്ലോ. അപ്പോൾ അത് ഒരുപാട് ഡിസിഷൻ നടന്നു. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രവാസികൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളതിനെ സ്വീകരിക്കുന്നത്. പ്രവാസികൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാത്രാ പ്രശ്നം, ഈ അവധി കാലങ്ങളിലും അതുപോലെ തന്നെ മറ്റു വിശേഷ ദിവസങ്ങളും പെരുന്നാളും അതുപോലെ തന്നെ ഓണമൊക്കെ വരുമ്പം തന്നെ ഈ വിമാന കമ്പനികൾ ക്രമാതീതമായി യാതൊരു കാരണവുമില്ലാതെ ഇതിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളെ ആ തൊഴിലിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ഒരു കാര്യവും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ദുബായിലൊക്കെ വന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനു വേണ്ടിക്കൊണ്ട് ഒന്നും നീക്കി വെക്കാതെ ഒരു തരത്തിലും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഗവൺമെൻറ്റായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാനം ഏൽക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പ്രവാസികളെക്കുറിച്ച് കൃത്യമായ അറിവും അവരെക്കുറിച്ച് ശരിക്ക് പഠനവും നടത്തിക്കൊണ്ട് പ്രവാസികളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതാവാണ്.